going thing. Hello friends and welcome to another class by Daily English Classroom. Daily English Classroomന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പോയത്തെക്കുറിച്ചാണ്. My Grandmother's House by Kamaladas. Do you remember the help your grandmother did for you when you were a child? What memories do you have of the time you spent with her? Now let's read the poem My Grandmother's House by KamalaDas. നമുക്കെല്ലാവർക്കും നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഗ്രാൻഡ് മദർ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ കഴിഞ്ഞ സമയമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ അനുഭവിച്ച സമയം. അതുതന്നെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ദിസ് പോയം ഈസ് റിട്ടൺ ബൈ കമല സുരയ്യ അല്ലെങ്കിൽ കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ആൻഡ് ഷീ വാസ് നോൺ ബൈ ദ നെയിംസ് മാധവിക്കുട്ടി ആൻഡ് കമലാദാസ്. She was a gifted bilingual writer. Bilingual writer എന്ന് വെച്ചാൽ രണ്ട് ഭാഷകളിൽ എഴുതുന്ന വ്യക്തി. She was a bilingual writer who could delight her readers with her inimitable style in both English and Malayalam. She writes very well in English and Malayalam. ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല രീതിയിൽ കവിതകൾ എഴുതുന്ന ഒരു കവിയാണ് കമല സുരയ്യ. She is popular as a poet and short story writer. ഒരു പോയറ്റ് അതുപോലെ തന്നെ ചെറുകഥാകൃത്ത് തുടങ്ങിയ നിലകളിലൊക്കെ വളരെ പ്രസിദ്ധിയായ ഒരു എഴുത്തുകാരിയാണ്. She was the recipient of awards like എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് എക്സെട്ര. ധാരാളം അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൈ സ്റ്റോറി, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്, പത്മാവതി ദ ഹാർലറ്റ് ആൻഡ് അതർ സ്റ്റോറീസ്, മൈ മദർ അറ്റ് 66 എക്സെട്ര. അപ്പോൾ അവരുടെ പ്രസിദ്ധമായ ചില വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈ സ്റ്റോറി, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്, പത്മാവതി ദ ഹാർലറ്റ് ആൻഡ് അതർ സ്റ്റോറീസ്, മൈ മദർ അറ്റ് 66. ഇതൊക്കെ ഇവരുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വർക്കുകളാണ്. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ പോയം. ഐ റിസീവ്ഡ് ലവ്, that woman died, the house withdrew into silence, snakes moved among books, I was then too young to read, and my blood turned cold like the moon. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ റിസീവ്ഡ് ലവ്, എനിക്ക് സ്നേഹം കിട്ടി. അപ്പോൾ ഒരു പക്ഷേ ഈ കവിയുടെ ജീവിതത്തിൽ അവർക്ക് സ്നേഹം ആത്മാർത്ഥമായിട്ട് ലഭിച്ച ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ഗ്രാൻഡ് മദറിൻ്റെ വീടാണ്. അവിടെ ഗ്രാൻഡ് മദർ അവരെ വളരെ സ്നേഹത്തോടു കൂടി അവരെ സ്നേഹിച്ചു. ഐ റിസീവ് ലവ് ആൻഡ് ദാറ്റ് വുമൺ ഡൈഡ്. പക്ഷേ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. ദാറ്റ് വുമൺ ഡൈഡ്, ദ ഹൗസ് വിത്ത്ഡ്രൂ ഇൻ ടു സൈലൻസ്, സ്നേക്സ് മൂവ്ഡ് എമംഗ് ദ ബുക്സ്. അപ്പോൾ അവരുടെ മരണത്തിന് ശേഷം ആകെ ആ വീട് നിശബ്ദമായി മാറി. ആ വീട് ആരും ഉപയോഗിക്കാനില്ല, അവിടെ അവരൊറ്റയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആകെ നിശബ്ദമായി ചലനമില്ലാത്ത ഒരു വീടായി മാറി ആ വീട്. ധാരാളം ബുക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. ആ ബുക്കുകളൊക്കെ ഇപ്പം അവിടെ ഇരുന്ന് ചെതല് പിടിച്ച് പോകുന്നു. അതിൻ്റെ ഇടയിലൂടെയൊക്കെ പാമ്പൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു. അപ്പോൾ നേരത്തെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു കുട്ടിയായിരുന്നു മാധവിക്കുട്ടി. അപ്പോൾ അവർക്ക് പുസ്തകങ്ങളൊന്നും വായിക്കാൻ അറിയില്ലായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് മൈ ബ്ലഡ് ടേൺ കോൾ ലൈക്ക് ദ മൂൺ. ഇവിടെ ഒരു സിമിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ മരണവാർത്ത, ഗ്രാൻഡ് മദറിൻ്റെ മരണവാർത്ത വല്ലാത്തൊരു ഷോക്കായിരുന്നു. ആകെ തണുത്ത് വിറച്ചു പോയി ആ വാർത്ത കേട്ടപ്പോൾ. കോൾഡ് സ്റ്റാൻഡ്സ് ഫോർ ഡെത്ത്. മരണത്തെയാണ് ഇവിടെ കോൾഡ് എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദെയർ, to peer through blind eyes of windows, or just listen to the frozen air, or in wild despair pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. അപ്പോൾ ഇവിടെ പോയിട്ട് പറയാണ്, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സ് അവിടെ തന്നെയാണ്, ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലാണ്. കാരണം ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് ലഭിച്ചത് അവിടെ നിന്ന് മാത്രമാണ്. അവിടെ പോയി നിന്ന് അവിടെ ആ മുറിയിൽ നിന്നുകൊണ്ട് ആ ജനലയുടെ അടുത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഫ്രോസൺ എയർ എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അനക്കമില്ലാത്ത വായു. കാരണം ആ വീട് ആകെ
നിലച്ചുപോയി, നിന്നുപോയി ഈ ഗ്രാൻഡ് മദറിൻ്റെ മരണത്തിന് ശേഷം. അപ്പോൾ അതാണ് എനിക്കിനി ആകെയുള്ളത്. എനിക്ക് സ്നേഹം കിട്ടിയ ആ ഓർമ്മകൾ മാത്രമാണ് എനിക്കിപ്പോൾ ബാക്കിയുള്ളത്. ഇപ്പോഴെനിക്ക് സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് ഓർമ്മകൾ എനിക്ക് കൂടെ കൊണ്ടുവരാൻ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഗ്രാമമല്ല, അതൊരു ഗ്രാമമാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഒരു ടൗണിൽ അത് എനിക്ക് എൻ്റെ മുറിയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ഓർമ്മകൾ മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകുന്നത്. അപ്പോൾ ബ്രൂഡിങ് ഡോഗ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഓർമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ, ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു ഓർമ്മ എപ്പോഴും എനിക്ക് സൂക്ഷിക്കണം, എൻ്റെ കൂടെ തന്നെ, എൻ്റെ മുറിയിൽ തന്നെ സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You cannot believe, darling, can you, that I lived in such a house and was proud and loved, I who have lost my way and beg now at strangers' doors to receive love, at least in small change. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ കൂടെ തന്നെയുള്ള ഒരു വ്യക്തിയെ കൂടി നമുക്ക് ഈ വരികളിൽ കാണാം. അപ്പോൾ ഭർത്താവിനോട് സംസാരിക്കുകയാണ്. Can you believe, darling? ഇത് വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഞാൻ ആ വീട്ടിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയത്. അതുപോലെ പിന്നീട് ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ വീട്ടിൽ താമസിച്ചിരുന്നു, ഞാൻ ആ വീട്ടിൽ ജീവിച്ചിരുന്നു, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, എനിക്കിഷ്ടം പോലെ സ്നേഹം കിട്ടി. പക്ഷേ ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് എൻ്റെ വഴി തെറ്റി. ഞാൻ അവിടെ നിന്ന് എന്നാണോ ഞാൻ എൻ്റെ ഗ്രാമം, എൻ്റെ വീട് വിട്ടു പോകുന്നത്, അന്നു മുതൽ എൻ്റെ ജീവിതം അവസാനിച്ചു. ഇപ്പോൾ എനിക്ക് ആളുകളോട് സ്നേഹം ചോദിച്ച് വാങ്ങേണ്ട സ്ഥിതിയാണ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ അറിയാത്ത ആളുകളുടെ വാതിലുകളിലൊക്കെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട്. സ്നേഹം എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ചസ് എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് സ്നേഹം, അല്ലെ, കുറച്ച് പോലും എനിക്ക് കിട്ടുന്നില്ല. അവിടെ എനിക്ക് ഇഷ്ടം പോലെ സ്നേഹം കിട്ടുമായിരുന്നു. അവിടെ ഞാൻ അത്രയും സന്തോഷമായിരുന്നു. ഞാൻ ഈ പട്ടണത്തിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എനിക്കിവിടെ സ്നേഹം തരാൻ ആരുമില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല, എനിക്ക് എവിടെ നിന്നും സ്നേഹം കിട്ടുന്നില്ല. കിട്ടാൻ വേണ്ടി ഞാൻ ഒരു യാചകനെ പോലെ എല്ലാവരുടെ അടുത്തും യാചിച്ചിങ്ങനെ പോവുകയാണ്. ഈ കവിത ആദ്യമായിട്ട് വന്നത് കമലാദാസിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് ആണ്. അതിൻ്റെ പേര് സമ്മർ ടൈം ഇൻ കൽക്കട്ട എന്നാണ്. 1965 പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിലാണ് ഈ ഒരു കവിത നമ്മൾ കാണുന്നത്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. എന്ന് വെച്ചാൽ അവരുടെ ജീവകഥയാണ് അതിൽ പറയുന്നത്, ജീവചരിത്രമാണ് അതിൽ പറയുന്നത്. അപ്പോൾ തൻ്റെ പഴയ വീടിനെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ, അല്ലെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനുള്ള അവരുടെ ആഗ്രഹമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹം അനുഭവിച്ച ആ ഒരു വീട് ഗ്രാൻഡ് മദറിൻ്റെ വീടാണ്. അപ്പോൾ അതുമായിട്ട് വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അവർ. അപ്പോൾ ഈ വീട് നശിച്ചു പോവുകയാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അവരെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. That woman died. Who is the woman referred to here? How is she related to the poet? The woman referred to here is the poet's grandmother. ഇവിടെ പറയുന്ന ആ സ്ത്രീ അത് പോയറ്റിൻ്റെ ഗ്രാൻഡ് ആണ്. What happened to the house after the death of the grandmother? ഗ്രാൻഡ് മരണത്തിന് ശേഷം ആ വീടിന് എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ ദ ഹൗസ് വിത്ത്ഡ്രൂ ഇൻ ടു സൈലൻസ് ആൻഡ് സ്നേക്ക് മൂവ്ഡ് എമംഗ് ദ ബുക്സ്. ആ വീടാകെ നിശബ്ദമായി. അവിടെ ഷെൽഫിലുണ്ടായിരുന്ന പുസ്തകത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പാമ്പുകൾ വരാൻ തുടങ്ങി. To lie behind my bedroom door like a brooding dog means what? The memories will always remain with the poet. The memories will lie uncared for in a corner. The memories are as important as a dog. ഇവിടെ ശരിയായ ഉത്തരം ആദ്യത്തേതാണ്. The memories will always remain with the poet. The poet wants to go back to the house. എന്തിനു വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്? To peer, to listen, to pick. ശരിയായ ഉത്തരം to peer into the darkness. ആ ഭാഗമാണ് എഴുതേണ്ടത്. Identify the most appropriate meaning for the expression an arm full of darkness. An arm full of darkness എന്നുള്ള എക്സ്പ്രഷൻ ഏറ്റവും ചേരുന്ന അർത്ഥം ഇവിടെ ഏതാണ്? Sad days, darkness of the past, memories of the grandmother's house. Memories of the grandmother's house എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. In the last 3 lines of the poem, the poet thinks of herself as a beggar. അപ്പോൾ അവസാനത്തെ വരിയിൽ അവർ ഒരു യാചക ആയിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ഷീ ബെഗിങ് ഫോർ? എന്താണ് യാചിക്കുന്നത്? വാട്ട് ഡസ് ഷീ മീൻ ബൈ സ്മോൾ ചേഞ്ച്? സ്മോൾ ചേഞ്ച് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഷീ ഈസ് നൗ ബെഗിങ് ഫോർ ലവ്. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഉത്തരമായിട്ട് സ്മോൾ ചേഞ്ച് മീൻസ് എ സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ അളവിൽ എന്നാണ് അർത്ഥം. വൈ ആർ ദ ഐസ് ഓഫ് ദ വിൻഡോസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലൈൻഡ്? എന്തുകൊണ്ടാണ് ഇവിടെ വിൻഡോസ് ബ്ലൈൻഡ് ആണെന്ന് പറയാൻ കാരണം? വിൻഡോസ് ആർ ഡസ്റ്റി ആൻഡ് സോ നോ വൺ ക്യാൻ സീ ത്രൂ ഇറ്റ്. ആകെ പൊടി പിടിച്ച് കിടക്കുന്നത് കൊണ്ടാണ് അതിലൂടെ ആർക്കും പുറത്തേക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആ വീട് ആരും ഉപയോഗിക്കാതെ ആകെ നശിച്ചിരിക്കുന്നു. ദ എയർ ഇൻ ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഈസ് ഫ്രോസൺ എന്ന് വെച്ചാൽ തണുത്ത് ഉറച്ചു പോയത് എന്നാണ് അർത്ഥം. ആഫ്റ്റർ ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത് ദ ഹൗസ് ബിക്കെയിം സൈലൻറ്റ് ആൻഡ് ലോൺലി. ആ ഗ്രാൻഡ് മദറിൻ്റെ മരണശേഷം ആകെ നിശബ്ദമായി, ആ വീടാകെ ഒറ്റപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. വിച്ച് വേർഡ്സ് ടെൽ യു ദാറ്റ് ദ പോയറ്റ് ഈസ് ടോക്കിംഗ് ടു സം വൺ? വാട്ട് ഈസ് ഷീ ടോക്കിംഗ് അബൌട്ട്? ഈ വരിയിൽ എവിടെയാണ് നമുക്ക് ഒരു ലിസണർ, ഇത് കേൾക്കുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാവുന്ന ആ വരി ഏതാണ്? എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ദ വേർഡ് ഡാർലിംഗ് എന്ന് വിളിക്കുന്ന ആ ഒരു വാക്കിൽ നിന്നാണ് ഒരാൾ അവിടെ അടുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഹൗസ് ദാറ്റ് ഷീ ഹാഡ് ലിവ്ഡ് ഇൻ ആൻഡ് ദ ലവ് ഷീ റിസീവ്ഡ് വൈൽ ലിവിങ് ദെയർ. അപ്പോൾ അവർ പണ്ട് താമസിച്ച വീടും അവിടെ നിന്ന് അവർക്ക് എങ്ങനെയാണ് സ്നേഹം കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. ഹൗ ഡസ് ദ ഹൗസ് ഇറ്റ് സെൽഫ് ഷെയർ ദ ഗ്രീഫ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്? എങ്ങനെയാണ് ഈ ഗ്രാൻഡ് മദറുടെ മരണത്തിലുള്ള ആ ഒരു ദുഃഖം ആ വീട് ഷെയർ ചെയ്യുന്നത്? The house withdrew into silence and snakes moved among the books. The poet thinks of her past. How is her present different from the past? അപ്പോൾ കഴിഞ്ഞ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് സൂചിപ്പിക്കുന്ന വാക്കുകൾ എടുത്തെഴുതാനാണ്. അതുപോലെ തന്നെ pick out the phrases from the poem which gives you the idea that the house was deserted after the death of the grandmother. ഗ്രാൻഡ്മദറിൻ്റെ മരണശേഷം ഈ വീട് ആകെ ഒറ്റപ്പെട്ടു പോയി എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഷീ റിസീവ്ഡ് സോ മച്ച് ലവ് ഇൻ ദ പാസ്റ്റ് ബട്ട് അറ്റ് പ്രസൻറ്റ് ഷീ ഈസ് ബെഗിങ് ഫോർ ലവ് ടു സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ നേരത്തെ ഇഷ്ടംപോലെ സ്നേഹം ലഭിച്ചിരുന്നു, ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടി ആളുകളോട് യാചിക്കുകയാണ്, അറിയാത്ത ആളുകളോട് വരെ. ദ ഹൗസ് വിത്ത്ഡ്രൂ ഇൻ ടു സൈലൻസ് ആൻഡ് സ്നേക്സ് മൂവ്ഡ് എമംഗ് ദ ബുക്സ്. ഇതാണ് വീടിന് വന്ന മാറ്റം ഈ ഗ്രാൻഡ് മദറിൻ്റെ മരണശേഷം. Look at the phrase blind eyes of windows. Do you think that windows have eyes? Aren't eyes a feature of living being? Is the poet attributing human qualities to windows? How? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വരിയാണ് ബ്ലൈൻഡ് ഐസ് ഓഫ് ദി വിൻഡോസ്. അപ്പോൾ ജനലിന് കണ്ണുകളുണ്ടോ? ഇല്ല. കണ്ണുകളെന്നുള്ളത് മനുഷ്യനുള്ള അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഒരു മനുഷ്യനല്ലാത്ത വസ്തുവിന് നൽകുന്ന ആ ഒരു അലങ്കാരത്തിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ ദ പോയറ്റ് യൂസസ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് വെയർ എ തിങ്, ആൻ ഐഡിയ ഓർ ആൻ ആനിമൽ ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ മറ്റൊരു ജീവിക്കോ വസ്തുവിനോ നൽകുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണവും കൊടുത്തിട്ടുണ്ട്. ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്, അല്ലേ, പൂക്കൾ ഡാൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള മറ്റുദാഹരണങ്ങൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പേഴ്സോണിഫിക്കേഷനാണ് ഐ ഓഫ് ദ വിൻഡോസ്. അപ്പോൾ ജനലിൻ്റെ കണ്ണുകൾ. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അലങ്കാരമാണ് സിമിലി. രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. രണ്ട് ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാം. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ, അല്ലെ, മൂണിൻ്റെ പോലെ, അല്ലെ, ചന്ദ്രൻ്റെ പോലെ എൻ്റെ ബ്ലഡ് തണുത്തതായി തീർന്നു, അതുപോലെ എന്ന് പറയുന്ന ആ ഒരു അലങ്കാരമാണ് സിമിലി. മറ്റൊരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്, ഒരു ബ്രൂഡിംഗ് ഡോഗിൻ്റെ പോലെ. അപ്പോൾ അവിടെയും സിമിലി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Blood turned cold is an instance of a tactile image. Find out other images from the poem. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഇമേജസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ സ്നേക്സ് മൂവ്ഡ് എമംഗ് ദ ബുക്സ്, അതൊരു വിഷ്വൽ ഇമേജാണ്, കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിയർ ത്രൂ ദ ബ്ലൈൻഡ് ഐസ്, അതും ഒരു വിഷ്വൽ ഇമേജാണ്. ലിസൺ ടു ദ ഫ്രോസൺ എയർ, ഓഡിറ്ററി ഇമേജാണ്. ലിസൺ, കേൾക്കുക, ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ്. പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്നുള്ളത് വിഷ്വൽ ഇമേജാണ്. ബൈ നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ, അതും വിഷ്വൽ ഇമേജിന് ഉദാഹരണമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്